കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്കിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട 39 ലക്ഷം രൂപ കണ്ടെടുത്തു. കുഴിച്ചിട്ട നിലയിലാണ് പണം കണ്ടെത്തിയത്. പോലീസ് പ്രതി ഷിബിൻ ലാലുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോടും ചേരുകയാണ്. ലതീഷ്, നേരത്തെ 1 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. ബാക്കി തുക എവിടെയെന്ന് അറിയില്ല എന്ന നിലപാടായിരുന്നു അന്ന് പ്രതി ഷിബിൻ ലാൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 39 ലക്ഷം രൂപയും ബാക്കി കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ പണത്തിലേക്ക് പോലീസ് എത്തിയത്? എവിടെ നിന്നാണ് കണ്ടെടുത്തത്? ഒന്നാം പ്രതി ഷിബിൻലാലിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട നിലയിലാണ് ഈ പണം പോലീസ് കണ്ടെത്തിയത്. പണം പൂർണ്ണമായും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 39 ലക്ഷം രൂപ ഇവിടെ കുഴിച്ചിട്ടു എന്ന് പ്രതി ഷിബിൻലാൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പന്തീരാങ്കാവ് കൈമ്പാലം എന്ന സ്ഥലത്തുള്ള ആൾക്ക് ബാക്കി തുക 39 ലക്ഷം രൂപ കൊടുത്തു എന്നൊരു മൊഴി പ്രതികൾ നൽകിയിരുന്നു. മറ്റു 2 പ്രതികളും ഷിബിൻലാലുമായി ചേർന്ന് ഒരുമിച്ചിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ അത്തരമൊരു മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ബാക്കി തുക കൂടി കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 2-3 പ്രതികളും ഷിബിൻലാലും ചേർന്നാണ് ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്തത്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കുഴിച്ചു മൂടി എന്നുള്ള നിലയിലേക്ക് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. നേരത്തെ ഷിബിൻലാലെ പിടികൂടിയ ഘട്ടത്തിൽ 55,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാനായത്. ബാക്കി പണം എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയാണ് ഇത്തരത്തിൽ പണം കണ്ടെടുക്കുന്ന നടപടി. 40 ലക്ഷമല്ലേ ആകെ മോഷണം പോയതല്ലേ? 40 ലക്ഷം രൂപയായിരുന്നു ആകെ മോഷണം പോയത്. അതിൽ 55,000 രൂപ മാത്രമാണ് പിടികൂടിയ ഘട്ടത്തിൽ ഷിബിൻലാലിൽ നിന്നും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ബാക്കി പണം താൻ മോഷ്ടിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ 3 തവണയായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പണം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞത്. ഇയാളുടെ വീടിന് അടുത്തുള്ള പ്രദേശത്താണോ ഈ പണം കുഴിച്ചിട്ടിരുന്നത്? അതെ, ഈ പ്രദേശത്ത് തന്നെ പന്തീരാങ്കാവ് ഇദ്ദേഹത്തിന്റെ വീടുമായി അടുത്ത പ്രദേശത്ത് തന്നെയാണ് പണം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികളെ ഷിബിൻലാലിനെയും മറ്റു 2 പ്രതികളെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കായും ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് ഈ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സൂചന ലഭിക്കുന്നത്. ആ സൂചന കണ്ടെത്തുകയും ആ സൂചനയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ പോലീസ് തന്നെ കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ പണം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പണം ഇവിടെ കുഴിച്ചു മൂടി എന്നാണ് പോലീസിനോട് ഷിബിൻലാൽ വ്യക്തമാക്കുന്നത്. അത് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, ലതീഷ് വിവരങ്ങൾ നൽകിയത്. ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 39 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ഈ പണം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 ലക്ഷം രൂപയാണ് ആകെ മോഷ്ടിച്ചത്. അതിൽ 55,000 രൂപ മാത്രമായിരുന്നു തുടക്കത്തിൽ പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഷിബിൻലാലിൽ നിന്ന്. ഇപ്പോൾ ബാക്കി തുകയും കണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മറ്റൊരു കാഴ്ച കൂടി ഇപ്പോൾ ഈ കേസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ശാസ്ത്രീയമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ പണം പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.